നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. KS ചിത്രയ്ക്ക് ക്ഷേത്രകലാശ്രീ പുരസ്കാരം. ക്ഷേത്രകലാ ഫെലോഷിപ്പുകൾ രാജശ്രീ വാര്യർക്കും RLV രാമകൃഷ്ണനും. പെൻഷൻ കുടിശ്ശികയും മുടങ്ങിക്കിടക്കുന്ന മറ്റാനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുക. കലക്ടറേറ്റ് ധർണയുമായി നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി. മുണ്ടേരി മായൻമുക്ക് വഴിയുള്ള യാത്രാ ദുരിതമേറുന്നു. റോഡിൽ രൂപപ്പെട്ടത് വലിയ കുഴികൾ. എയർപോർട്ടിലേക്കും മയ്യിൽ കാഞ്ഞിരോട് ഭാഗത്തേക്കും പോകുന്ന റോഡാണ് ദുരിതപൂർണമായത്. വാർത്തകൾ വിശദമായി. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ക്ഷേത്രകലാശ്രീ പുരസ്കാരം KS ചിത്രയ്ക്ക്. ക്ഷേത്രകലാ ഫെലോഷിപ്പുകൾ രാജശ്രീ വാര്യർക്കും RLV രാമകൃഷ്ണനും. കണ്ണൂർ PRD ചേംബറിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അക്കാദമി ഭരണസമിതി അംഗം കൂടിയായ M. വിജിൻ MLA, അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ എന്നിവരാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. 2022 സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 25,001 രൂപയുടേതാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം. 15,001 രൂപയുടേതാണ് ക്ഷേത്രകലാ ഫെലോഷിപ്പ്. വിവിധ മേഖലയിലെ 36 പേർക്കാണ് പുരസ്കാരം. അവാർഡ് ദാനം ഒക്ടോബർ 6 എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിക്കും. സംസ്ഥാന ക്ഷേത്രകലാ അവാർഡ് 36 പേർക്കാണ് നൽകണം എന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട എക്സ്പേർട്ട് സമിതി അത് പരിശോധിച്ച് വിലയിരുത്തി ക്ഷേത്രകലാ അക്കാദമി കൂടി അംഗീകരിച്ചുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരിലൂടെ നമ്മുടെ സമൂഹത്തോട് പങ്കുവെക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് എന്നത് ക്ഷേത്ര കലാശ്രീ പുരസ്കാരമാണ്. ക്ഷേത്ര കലാശ്രീ പുരസ്കാരം 25,001 രൂപയാണ് അതിൻ്റെ തുക എന്ന നിലയിലേക്ക് വരുന്നത്. പക്ഷേ അവാർഡിൻ്റെ മൂല്യം അതിനുമപ്പുറമാണ്, വിലക്കപ്പുറമാണെന്ന് നമുക്കറിയാം. ഇത്തവണത്തെ ക്ഷേത്രകലാശ്രീ പുരസ്കാരം പത്മവിഭൂഷൺ KS ചിത്രയ്ക്ക് നൽകണം എന്നാണ് ആലോചിച്ച് അതിൻ്റെ തീരുമാനമെടുത്തത്. പത്മവിഭൂഷൺ KS ചിത്രയ്ക്കാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം. പിന്നെ KS ചിത്ര നമ്മുടെ സംഗീത ലോകത്തിലും ക്ഷേത്രകലയെ പ്രോത്സാഹിപ്പിച്ച് നടത്തിയ പ്രത്യേക ഇടപെടലുകളെ ഞാൻ ഈ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് എടുത്ത് സൂചിപ്പിക്കേണ്ടതായിട്ടില്ല. ഏതായാലും അവരുടെ ആ ഒരു വലിയ പ്രവർത്തനത്തെ ഏതായാലും നമ്മുടെ ക്ഷേത്രകലാ അക്കാദമി അത് വളരെ വലുതായി കാണുകയും അതിൻ്റെ ഭാഗമായി കൂടിയാണ് ക്ഷേത്രകലാശ്രീ പുരസ്കാരം പത്മവിഭൂഷൺ KS ചിത്രയ്ക്ക് നൽകാൻ തീരുമാനമെടുത്തത്. ക്ഷേത്രകലാ ഫെലോഷിപ്പ് അത് 15,001 രൂപയാണ്. 2 പേരാണ് ഇത്തവണ ഫെലോഷിപ്പിന് അർഹരായത്. ഡോക്ടർ രാജശ്രീ വാര്യർ, അതോടൊപ്പം തന്നെ ഡോക്ടർ RLV രാമകൃഷ്ണൻ. ചടങ്ങിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം സെപ്റ്റംബർ 2 വൈകിട്ട് 5 എരിപുരം പബ്ലിക് ലൈബ്രറിയിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവിലത്ത്, മലബാർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ PK മധുസൂദനൻ, K. ജനാർദ്ദനൻ, ക്ഷേത്രകലാ അക്കാദമി ഭരണസമിതി അംഗം ഗോവിന്ദൻ കണ്ണപുരം, TK സുധി, കലാമണ്ഡലം മഹേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. നിർമ്മാണ മേഖലയെയും ക്ഷേമനിധി ബോർഡിനെയും സംരക്ഷിക്കുക, മണൽ വാരൽ നിരോധനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ STUവിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ക്ഷേമനിധി ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ ഗവൺമെന്റ് ഇതിൻ്റെ അകത്തുള്ള ഫണ്ടുകൾ എടുത്ത് ദുരുപയോഗം ചെയ്ത് ആ ഫണ്ടുകൾ തിരിച്ചടക്കാത്തത് കൊണ്ടാണ് ക്ഷേമനിധി ബോർഡിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായത്. ആ സാമ്പത്തിക ബാധ്യത പറഞ്ഞിട്ടാണ് ഇപ്പോൾ 13 മാസത്തെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമത്തിൽ ധാരാളമുള്ള സ്ത്രീകളാണ്. അവർക്കെല്ലാം പ്രസവാനുകൂല്യങ്ങൾ കൊടുക്കണം. അതിന് നിയമം എന്താണെന്നറിയോ? പ്രസവിച്ചിട്ട് 40 ദിവസത്തിനകം അവർക്ക് ആനുകൂല്യം കൊടുക്കണമെന്നാണ്. ഇവിടെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം വർഷം കാത്തു നിൽക്കണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്ര മാസം? ആലിക്കുഞ്ഞി പന്നിയൂർ അധ്യക്ഷത വഹിച്ചു. PP നാസർ, അബ്ദു മൂന്നാംകുന്ന്, PK സീനത്ത്, MP മഹമ്മൂദ് തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റും തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് CITU കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി K. മനോഹരൻ. കണ്ണൂർ C. കണ്ണൻ സ്മാരക മന്ദിരത്തിൽ ഖാദി വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവനെടുത്ത വായ്പ തിരിച്ചടക്കാൻ ശേഷിയില്ലാഞ്ഞപ്പോ ബാങ്കുകാരുടെ ധനകാര്യ സ്ഥാപനങ്ങളുടെ
ശല്യം കൂടിയപ്പോ ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ആ കൃഷിക്കാരൻ ആത്മഹത്യയിലേക്ക് പോയത്. അവരെ സംരക്ഷിക്കാൻ നടപടിയുണ്ടായി. രാജ്യത്തിനകത്തുള്ള ജനങ്ങൾക്കുള്ള ഭക്ഷ്യസബ്സിഡി നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. നമുക്ക് റേഷൻ സംവിധാനം, രാജ്യത്തിനകത്തുള്ള ജനങ്ങൾക്ക് ഭക്ഷ്യസഹായം അതെല്ലാം ലഭ്യമാകുമ്പോൾ ജീവിതത്തിനകത്ത് വരുമാനം കുറഞ്ഞ മനുഷ്യർക്കും അല്പം ആശ്വാസമാകുന്നു. ആ ഭക്ഷ്യ സബ്സിഡി ഓരോ ബജറ്റിനകത്തും വെട്ടിക്കൊണ്ടു. ജില്ലാ പ്രസിഡന്റ് ഒ കാർത്തിയായനി അധ്യക്ഷത വഹിച്ചു. മുൻ MLA പി കൃഷ്ണൻ, കെ സത്യഭാമ, എം കുഞ്ഞമ്പു, കെ സുശീല തുടങ്ങിയവർ സംസാരിച്ചു. കാലിക സാഹചര്യത്തിൽ പ്രവാചകന്റെ സന്ദേശങ്ങൾ സമൂഹത്തിന് കൈമാറാൻ കണ്ണൂർ ജില്ലാ SKSSF വർഷം തോറും സംഘടിപ്പിക്കുന്ന റബി കോൺഫറൻസും PKP ഉസ്താദ് അനുസ്മരണവും സെപ്റ്റംബർ 1 വൈകിട്ട് 4 മണി മുതൽ കക്കാട് VPM സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 4 മണിക്ക് സയ്യിദ് അസ്ലം തങ്ങൾ അൽ മസൂർ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാവും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് അലി ഹാഷിം ബലവി തങ്ങൾ നദ്വി പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കും. പാണക്കാട് സയ്യിദ് സാബിഖ് അലി സിഗാവ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും. സമസ്ത ട്രഷറർ PP ഉമ്മർ മുസ്ലിയാർ കുയ്യോട് അനുസ്മരണ ഭാഷണം നടത്തും. പ്രവാചക ജീവിതത്തിന്റെ ആദ്യാവസാന ചരിത്രങ്ങൾ ചേർത്ത് പ്രവാചക പ്രകീർത്തനങ്ങളാൽ രചിക്കപ്പെട്ട മദ്ഹമാല വേദിയിൽ പ്രകാശനം ചെയ്യും. ജില്ലാ ഖുർആൻ മെസ്സേജ് പ്രോഗ്രാമിൽ വിജയികളായവർക്കുള്ള അവാർഡുകൾ സയ്യിദുൽ ഉലമ വിതരണം ചെയ്യും. മഗ്രിബ് നിസ്കാരാനന്തരം ജില്ലാ പ്രസിഡന്റ് അസ്ലം അസ്ഹരി പൊയ്തുങ്കടവിന്റെ അധ്യക്ഷതയിൽ അബ്ദുൽ ജലീം റഹ്മാനി വാണിയന്നൂർ പ്രഭാഷണം നടത്തും. UAE, മസ്കറ്റ്, ഖത്തർ എന്നിവിടങ്ങളിലെ കമ്മിറ്റി പ്രതിനിധികൾ വിവിധ സെഷനുകളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 7 വർഷമായി ജില്ലാ റബീ കോൺഫറൻസ് കണ്ണൂർ കേന്ദ്രീകരിച്ചും കണ്ണൂർ ജില്ലയുടെ പരിസരങ്ങളിലും നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി ഈ വർഷം ഞങ്ങൾ റബീ കോൺഫറൻസ് തീരുമാനിച്ചിട്ടുള്ളത് കക്കാട് സ്കൂളിലാണ്. കക്കാട് മുഹമ്മദ് കുഞ്ഞി ഹാജി സ്കൂളിലാണ്. അതിൻ്റെ വിശാലമായ 2000 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വിപുലമായ പന്തൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരമൊരു പ്രമേയം ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം ഈ കാലഘട്ടത്തിൽ ഏറെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് പറയുന്ന പ്രവാചകൻ. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് 21-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ എത്തിയപ്പോഴും ആ പ്രവാചകൻ്റെ പ്രസക്തി, സന്ദേശത്തിൻ്റെ പ്രസക്തി ഇന്നും മാറ്റു കൂടിക്കൂടി വരികയാണ്. അതിൽ മുസ്ലിങ്ങളെ മാത്രമല്ല ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ക്ഷണിക്കുന്നത്, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ട് പ്രവാചകൻ ആരാണെന്നും പ്രവാചകൻ്റെ കീർത്തനങ്ങൾ, നബി കീർത്തന സദസ്സാണ് റബീ കോൺഫറൻസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത്യാധുനിക സൗകര്യമുള്ള 2000 പേർക്ക് ഇരിക്കാൻ സാധ്യമായ പന്തൽ കോൺഫറൻസ് നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അസ്ലം അസ്കരി പൊയ്തുങ്കടവ്, സ്റ്റേറ്റ് വർക്കിംഗ് സെക്രട്ടറി ബഷീർ അസദി, ജില്ലാ സെക്രട്ടറി ഇൻചാർജ് ഇസുദ്ദീൻ പുതുവാച്ചേരി, സ്വാഗത സംഘം ചെയർമാൻ ഇബ്രാഹിം മൗലവി മടക്കിമല, ജനറൽ കൺവീനർ അഷ്റഫ് ദാരിമി മാമാക്കുന്ന് എന്നിവർ പങ്കെടുത്തു. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. KS ചിത്രയ്ക്ക് ക്ഷേത്രകലാശ്രീ പുരസ്കാരം. ക്ഷേത്രകലാ ഫെലോഷിപ്പുകൾ രാജശ്രീ വാര്യർക്കും RLV രാമകൃഷ്ണനും. പെൻഷൻ കുടിശ്ശികയും മുടങ്ങിക്കിടക്കുന്ന മറ്റാനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുക. കലക്ടറേറ്റ് ധർണയുമായി നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി. മുണ്ടേരി മായൻമുക്ക് വഴിയുള്ള യാത്രാ ദുരിതമേറുന്നു. റോഡിൽ രൂപപ്പെട്ടത് വലിയ കുഴികൾ. എയർപോർട്ടിലേക്കും മയ്യിൽ കാഞ്ഞിരോട് ഭാഗത്തേക്കും പോകുന്ന റോഡാണ് ദുരിതപൂർണമായത്. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്.
കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. പെൻഷൻ കുടിശ്ശികയും മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റ് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. HMS സംസ്ഥാന സെക്രട്ടറി CA അജീർ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖല അനുദിനം തകർന്നുകൊണ്ടിരിക്കും. നിർമ്മാണ മേഖലയിൽ പുതിയ പുതിയ പ്രതിസന്ധികൾ വരുന്നു. അതിനെങ്ങനെയാണ് സർക്കാർ പരിഹാരം കാണാൻ പോകുന്നത്? ഒന്ന്, ആ മേഖലയിൽ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും കൊടുക്കാനും സർക്കാരിന് വ്യക്തമായ ധാരണകൾ വേണം. ഓരോ പ്രദേശത്തിനകത്തും വരുന്ന പുതിയ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടില്ല ഇതൊന്നും അടിച്ചുകൂടാ. അതിനെ കാണാനും അതോടൊപ്പം തന്നെ ആ മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആദിവാസി തൊഴിലാളികൾ മുതൽ നമ്മുടെ നാട്ടിലെ ഇതര മേഖലയിലെ തൊഴിലാളികളെ ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തൊഴിലാളി ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ CPM പലപ്പോഴും വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയമാണ് അവർ പറയുന്നത്. അവരൊരു ഘട്ടത്തിൽ ഇപ്പോൾ പുതിയ വിലയിരുത്തൽ നടത്തിയിട്ട് പറഞ്ഞു 40 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാത്തത് കൊണ്ട് അതിൻ്റെ ഫലമായി തങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, സർക്കാർ ഇതിനെല്ലാം പണം ചെലവഴിക്കുന്നു, ഏതെല്ലാം രീതിയിൽ പണം നേടുന്നു? കിഫ്ബി വഴി നേടിയ പണം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? ചെലവഴിക്കുമ്പോൾ അത് ഈ രാജ്യത്തെ പ്രത്യുൽപാദനപരമായ മേഖലകളിലേക്ക് ചെലവഴിക്കാനും ഇവിടെ വെയിലിലും മഞ്ഞിലും മഴയിലുമൊക്കെ നമ്മുടെ രാജ്യത്തെ നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ കുറിച്ച് നമുക്കറിയാം. അത് മണൽവാരൽ തൊഴിലാളിയായാലും കരിങ്കൽ കോറയിലെ തൊഴിലാളികളായാലും ചെങ്കൽ കോറയിലെ തൊഴിലാളികളായാലും അതുപോലെ സിമെന്റ് ഫാക്ടറിയിലെ തൊഴിലാളികളായാലും അതുപോലെ സ്റ്റീൽ നിർമ്മാണ തൊഴിലാളികളായാലും അങ്ങനെ വിവിധ മേഖലകൾ സമന്വയിപ്പിക്കുന്നതാണ് നിർമ്മാണ മേഖല എന്ന് കാണാൻ കഴിയും. MK കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ PP അബൂബക്കർ, സന്തോഷ് അഴീക്കോട്, അനൂപ് ജോൺ, കാരിച്ചി ശശീന്ദ്രൻ, കാഞ്ചന മാച്ചേരി, ഇംതിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടേരി മായൻമുക്കിൽ റോഡിൽ രൂപപ്പെട്ട വലിയ കുഴികൾ വാഹനയാത്രക്കാർക്ക് ദുരിതപൂർണമാകുന്നു. മയിൽ കാഞ്ഞിരോട് റോഡ് വഴിയും ചേലേരിമുക്ക് കുടിക്കുമട്ട വഴിയും എയർപോർട്ടിലേക്കും മറ്റും പോകുന്ന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതുമായ റോഡാണ് യാത്രക്കാർക്ക് ദുരിതപൂർണമായത്. മയ്യിൽ കാഞ്ഞിരോട് റോഡ് വഴിയും ചേലേരിമുക്ക് കുടുക്കിമുട്ട വഴിയും എയർപോർട്ടിലേക്കും മറ്റും പോകുന്ന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതുമായ 4 റോഡുകൾ സംഗമിക്കുന്നതുമാണ് മായിൻമുക്ക് ജംഗ്ഷൻ. ഇവിടെ ചെറിയ കുഴികൾ രൂപപ്പെട്ടപ്പോൾ അശാസ്ത്രീയമായി അടക്കുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും വലിയ കുഴികൾ രൂപപ്പെടുകയും വീണ്ടും നാട്ടുകാരുടെ പരാതി ഉയരുമ്പോൾ വീണ്ടും അതേ രീതിയിൽ തന്നെ അടക്കുകയും ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ പഴയപടി അതിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടുമാണ് റോഡിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണമായത്. നിരവധി തവണ നാട്ടുകാർ ഇടപെട്ടും അവിടെ കുഴികൾ അടക്കാറുണ്ട്. നിരവധി
നിരവധി ഭാരം കയറ്റി പോകുന്ന വാഹനങ്ങളും ചെറുവാഹനങ്ങളും സ്കൂൾ വാഹനങ്ങളും അടക്കം മൈൻമുക്കിലെ വളവോട് കൂടിയ ജംഗ്ഷൻ കടന്നു കിട്ടാൻ ഏറെ പ്രയാസപ്പെടുകയാണ്. വാഹനങ്ങൾ ഇവിടെ വേഗത കുറച്ചു പോകുന്നതിനാൽ ഗതാഗതക്കുരുക്കും പതിവാണ്. ഇത്രയും തിരക്കേറിയ സ്ഥലത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തുന്ന പ്രവൃത്തി നടത്താതെ ശാസ്ത്രീയമായ രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാക്ലേശം അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് മായമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ മുണ്ടേരിമുട്ട എയർപോർട്ടിലേക്ക് പോകുന്ന വഴി, അതുപോലെ തന്നെ വഴിയിൽ കളിപ്പറമ്പ് കാസർഗോഡ് നിന്ന് വരെ ആളുകൾ എയർപോർട്ടിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഈ മായമുക്ക് എന്ന സ്ഥലം. ഈ മായമുക്കിലെ 4 റോഡുകൾ ചേരുന്ന ജംഗ്ഷനിൽ റോഡ് തകരാറായിട്ട് റോഡ് തകർന്നു കിടക്കുകയാണ്. കുറേ നാളുകളായി പല വാഹനങ്ങളും ഇവിടെ പിന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് ബ്ലോക്കാകുന്നു. റോഡ് കണക്കിന് സ്കൂൾ വാഹനങ്ങൾ പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇതൊന്ന് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. പിന്നെ എത്രയും പെട്ടെന്ന് ഈ ജംഗ്ഷനിലെ ഈ തകരാറായ റോഡ്, തകർന്നു കിടക്കുന്ന റോഡ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ട് എത്രയും പെട്ടെന്ന് നന്നാക്കി തരണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. പ്രകൃതിക്കോ സമൂഹത്തിന് ദോഷം വരാത്ത രീതിയിലാണ് ഭാരതത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഭോപ്പാൽ NITയിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സദാനന്ദ ദാമോദർ സാപ്രെ. പാശ്ചാത്യ രാജ്യങ്ങളിലേത് അത്തരത്തിലല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക രംഗത്തെ സുസ്ഥിര വികസനത്തിന് ഡിജിറ്റൽ ഇന്ത്യ എന്ന വിഷയത്തിൽ ഭാരതീയ വിചാര കേന്ദ്രം കണ്ണൂരിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. भारत उस अर्थ में विश्व गुरु बन सकता है यदि भारत दुनिया को स्वयं का उस प्रकार का पर्यावरण प्रेमी सामाजिकता का ध्यान रखते हुए और खास करके जो नीचे के स्तर के लोग हैं उनका भी विकास हो रहा है. केवल तथाकथित ऊपर के स्तर के लोगों का ही विकास नहीं हो रहा है. ऐसा जो विकास का मार्ग है उस विकास के मार्ग पर चलते हुए भारत दुनिया के सामने उदाहरण प्रस्तुत करेगा और इस अर्थ में भारत विश्व गुरु बनेगा. तो भविष्य का विश्व गुरु यानी इस प्रकार का विकास का मार्ग बताने वाला. വികസനത്തിന് തദ്ദേശീയമായ കണ്ടുപിടുത്തങ്ങൾക്കും മുന്തിയ പരിഗണന നൽകേണ്ടതുണ്ടെന്നും ഭൗതികവും ആധ്യാത്മികവുമായ വികസനം ആവശ്യമാണെന്നും എല്ലാവരും സന്തോഷിക്കണമെന്നതാണ് നാം എപ്പോഴും ആഗ്രഹിക്കുന്നതെന്നും ഡോക്ടർ സദാനന്ദ ദാമോദർ സാപ്രെ പറഞ്ഞു. സാമൂഹികവും സാമ്പത്തികമായും മുന്നിൽ നിൽക്കുന്നവരോടൊപ്പം പിന്നോക്കം നിൽക്കുന്നവരുടെയും വികസനം അനിവാര്യമാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാകും, എന്നാൽ അത്യാഗ്രഹം സാധിച്ചു നൽകുന്നത് കഠിനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വീഡനിലെ ഗോഥൻബർഗിൽ നടന്ന ലോക മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 20,000 മീറ്റർ അതിവേഗ നടത്തം റേസ് വാക്ക് മത്സരത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ഹസീന അലിയമ്പത്തിന് ധർമ്മടം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. മാസ്റ്റേഴ്സ് മീറ്റിന്റെ ഭാഗമായി സ്വീഡനിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഒളിമ്പിക് താരങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യയുടെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 7ാം സ്ഥാനത്തേക്ക് എത്തുകയും ഈ 7ാം സ്ഥാനം എന്ന് പറയുന്നത് ലോകത്തിലുള്ള വൻകിട നടത്ത മത്സരക്കാരോടൊപ്പം ചേർന്നുകൊണ്ടാണ് മത്സരിച്ചത്. ഈ 7ാം സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഹസീന ഇന്ന് നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഹസീനയെ ധർമ്മടം ഗ്രാമപഞ്ചായത്തിൻ്റെ നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്ന തലശ്ശേരി സൗത്ത് AEO ഓഫീസിൻ്റെ നിലയിലും അതുപോലെ തന്നെ NGO യൂണിയൻ്റെ നിലയിലുമെല്ലാം അവരുടെ സഹപാഠികളും എല്ലാം ചേർന്നുകൊണ്ടാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെയൊരു സ്വീകരണം നടത്തിയിട്ടുള്ളത്. ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ വലിയ നേട്ടങ്ങളുമായി ഇവിടെ എത്തിച്ചേർന്ന ഹസീനയെയും ധർമ്മടത്തെ ജനാവലിക്ക് വേണ്ടി ഇവിടെ ആർദ്രമായി അനുമോദിക്കുക. ധർമ്മടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ഷീജ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MT മോഹനൻ, K. ബിന്ദു, CV പുഷ്പ, പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഷാജി, സന്ദീപ് ദാസ് എന്നിവർ സംബന്ധിച്ചു. ദുബായിൽ നടന്ന 1ാമത് ഓപ്പൺ ലോക അത്ലറ്റിക് മീറ്റിൽ 3 സ്വർണവും കൊൽക്കത്തയിലെ ദേശീയ ഓപ്പൺ മാസ്റ്റർ വനിതാ 5000 മീറ്റർ നടത്തത്തിലും സ്വർണം നേടി ഇന്ത്യയിലെ മികച്ച നടത്തക്കാരിയായി. 2022 ബറോഡയിൽ നടന്ന ദേശീയ ഓപ്പൺ അത്ലറ്റിക് വനിതാ വിഭാഗത്തിൽ 3000 മീറ്റർ റെക്കോർഡ് ജേതാവിനെ പിന്നിലാക്കി കേരളത്തിന് വേണ്ടി ജയം നേടി. തലശ്ശേരി സൗത്ത് AE ഓഫീസ് ജീവനക്കാരിയായ ഹസീന ധർമ്മടം പാലയാട് സ്വദേശിനിയാണ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ.
സ്വർണ്ണവില ഗ്രാമിന് 20 രൂപ കൂടി. 1 ഗ്രാം സ്വർണം 6715, പവന് 53,720 രൂപ, വെള്ളി 93 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. KS ചിത്രയ്ക്ക് ക്ഷേത്രകലാശ്രീ പുരസ്കാരം. ക്ഷേത്രകലാ ഫെലോഷിപ്പുകൾ രാജശ്രീ വാര്യർക്കും RLV രാമകൃഷ്ണനും. പെൻഷൻ കുടിശ്ശികയും മുടങ്ങിക്കിടക്കുന്ന മറ്റാനുകൂല്യങ്ങളും ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുക. കലക്ടറേറ്റ് ധർണയുമായി നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യസമിതി. മുണ്ടേരി മായൻമുക്ക് വഴിയുള്ള യാത്രാ ദുരിതമേറുന്നു. റോഡിൽ രൂപപ്പെട്ടത് വലിയ കുഴികൾ. എയർപോർട്ടിലേക്കും മയ്യിൽ കാഞ്ഞിരോട് ഭാഗത്തേക്കും പോകുന്ന റോഡാണ് ദുരിതപൂർണമായത്. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.